അപ്പച്ച, ഹലോ. ഹലോ ഡി മെർലിൻ, എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി. നീ വരുന്ന വഴി തന്നെ എന്നെ കൂടെ ഒന്ന് പിക്ക് ചെയ്യണേ. ഓക്കെ ഡി. ഓക്കെ ഓക്കെ. ഇതിൻ്റെ കവർ ഇത് കണക്ക് പുതിയത് മാറ്റാൻ പറ്റും. ഇതിപ്പം മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല മാഡം. എന്തായാലും നോക്കാം. ഓട്ടോയിലിരിക്കുന്ന അമൃതയല്ലേ? അവളുടെ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ടല്ലോ. ആണല്ലോ, എന്ത് പറ്റിയാണ്? അമ്മേ, എന്താ മോളെ? അമൃതയുടെ അമ്മയല്ലേ? അമൃതയുടെ അമ്മയാ. അമൃതയ്ക്ക് എന്ത് പറ്റി? അമൃത കൈയുടെ ഞരമ്പ് കട്ട് ചെയ്തു. എന്തൊരു ബുദ്ധിമോശം. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പിന്നെ സ്റ്റിച്ച് ഉണ്ടോ? ഉണ്ട്, സ്റ്റിച്ചുണ്ട്. 6 സ്റ്റിച്ചുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? ശരി, എന്നാൽ പോട്ടെ. എന്തിനായിരിക്കും അവളത് ചെയ്തത്? അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണും. നീ ആ ഫോണിങ് എടുക്കും, ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. നിനക്ക് വട്ടുണ്ടോ? അവൾക്ക് നിന്റെ സ്വരം കേട്ടാൽ മനസ്സിലാവില്ലേ? എടി, ഈ ആണുങ്ങളെ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു ആപ്പുണ്ട്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നീ ആ ഫോണിങ് എടുക്കും. ഫോൺ ബില്ലുണ്ട്. ഹലോ, അമൃതയല്ലേ? തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടല്ലോ, എന്ത് പറ്റിയതാ? അല്ല, കയ്യിലൊരു ബാഡ്ജൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അവളെന്താ പറഞ്ഞു? പിന്നെ പറയാന്ന് പറഞ്ഞു. അതന്നേരത്തെ ഒരു വിഷമത്തിന് ചെയ്തതാ. 6 സ്റ്റിച്ചുണ്ട്. അതങ്ങനെയാ, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആയുസ് കുറയും, ജീവിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആയുസ് കൂടും.
ഓ അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. തൻ്റെ ഏജ് എത്രയാ? സാധാരണ എല്ലാരും പേരല്ലേ ആദ്യം ചോദിക്കാറ്. ഇത് നേരെ തിരിച്ചാണല്ലോ. എന്നാൽ പിന്നെ ഏജും പറയണ്ട, പേരും അറിയണ്ട. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹലോ ഹലോ. ഞാനും ചാച്ചനും. അപ്പോൾ അമ്മ? മരിച്ചു. 2 വർഷമായി. ആക്സിഡന്റ് ആയിരുന്നു. ഓ അത് ശരി. താനൊരു കാര്യം ചെയ്, ഞാൻ പറയുന്നത് പോലെ പോയി ചാച്ചനോട് പറ. അപ്പം തൻ്റെ വിഷമം മാറും. അപ്പം എല്ലാം ശരിയാവും. ഓക്കെ. താങ്ക് യു സോ മച്ച്. ചാച്ച, അമ്മ പോയതിനു ശേഷം ഞാനും മരിച്ചാലോ എന്ന് പലവട്ടം ചിന്തിച്ചു. ഞാനും കൂടി പോയാ ചാച്ചൻ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് കരുതി ജീവിച്ചു. എന്നാൽ ഈ 2 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഓരോ പെണ്ണും തല ഉയർത്തി നടക്കുന്നത് അവരുടെ അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാ. ചാച്ചൻ എന്നെ വെറുത്തോളൂ, എന്നോട് മിണ്ടുകയും വേണ്ട. പക്ഷെ ഒരു ശത്രുവിനോടെന്ന പോലെ എന്നോട് പെരുമാറരുത്. എടോ, താൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. മനസ്സിൽ നിറച്ചു വെച്ചിരുന്ന വിഷമങ്ങളെല്ലാം ബലൂണിന്റെ കാറ്റ് പോകുന്നതുപോലെ പോയി. താങ്ക് യു ഡിയർ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിഷമങ്ങളുണ്ട്. അതെ, അതിൽ പാതിയും മനസ്സ് തുറന്ന് സംസാരിക്കാത്തതുകൊണ്ടാണ് തീരാത്ത. നാളെ ഒന്ന് നേരിൽ കണ്ടാലോ, പാർക്കിൽ വെച്ച്? അത് ഇത്ര പെട്ടെന്ന് കാണണോ? കുറച്ചുകൂടി പരിചയപ്പെട്ടിട്ട് പോരെ? പരിചയപ്പെടുന്നതും നേരിട്ട് ആകാമല്ലോ. ഇപ്പോ നേരിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? നേരിട്ട് കണ്ടാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയാലോ. നാളെ താൻ വന്നേ പറ്റൂ. അത് നാളെ ഞാൻ പാർക്കിൽ വെയിറ്റ് ചെയ്യും. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ, വരാം. പ്രോമിസ്? പ്രോമിസ്. കുറേ നേരമായില്ലേ ഞാൻ വിളിക്കുന്നു. ആരുമായിട്ടാ സംസാരിച്ചോണ്ടിരുന്നേ? എടി, അത് അവളാ, അമൃത. അവക്ക് എന്നെ കാണണമെന്ന് പാർക്കിൽ ചെല്ലാൻ പറഞ്ഞു. ആ, അവൾക്ക് കാണണമെന്ന് പറഞ്ഞതേ അവിടെ കാമുകനെയാ, അല്ല നിന്നെ അല്ല. നീയാണ് അവളെ വിളിക്കുന്നതെന്ന് അറിഞ്ഞാലേ അവൾ എങ്ങനെ പെരുമാറുമെന്ന് പോലും അറിയത്തില്ല. ഒന്നാമത് അവളിപ്പോൾ മരണത്തിന്റെ ബാക്കി നിങ്ങോട്ട് രക്ഷപ്പെട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ചെല്ലാന്ന് വാക്ക് കൊടുത്തു. അതിന് നീ പറയുന്ന പോലെ ഒരുപാട് അടുപ്പമൊന്നും ആയില്ലല്ലോ. തുടക്കത്തിൽ തന്നെ പറയാം. ഫോണിൽ പറഞ്ഞാൽ അവൾക്ക് വിശ്വാസമാവില്ല. നീ ടെൻഷൻ അടിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഞാനല്ലേ തുടങ്ങി വെച്ചത്. നാളെ ഞാൻ തന്നെ പോകാം. വേണ്ട, ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന വിഷയം
ദേഷ്യം കൊണ്ട് മാറ്റിയത് അവളാണ്. അപ്പോ ഞാൻ തന്നെ പോകണം. ഹലോ ഹലോ ആടാ മാമ പിടിച്ച് പതുക്കെ അല്ല നോക്കി പതുക്കെ നിന്നോട് തൊണ്ട എന്നതാണോ പതുക്കെ അതേണ്ടേ നീ തൻ്റെ മോൾ അറിയണ്ട കേട്ടോ ഞാൻ അവിടെ കൊണ്ട് ആക്കി നിന്നു ഞാൻ പോവുക അതാ കയറി പോ പോ പിന്നെ ആര് വേർക്കുന്നു ഈ നഷ്ട വണ്ടിയാണ് എൻ്റെ മേലെ കൂടെ എനിക്ക് ഇല്ലാതാക്കിയത്. നീ എന്താ ഇവിടെ? നീ കാമുകനെ കാത്തിരിക്കല്ലേ? അവൻ വരുത്തില്ല. അത് നിനക്കെങ്ങനെ അറിയാം? നീ അന്ന് ഞങ്ങളോട് ദേഷ്യത്തിൽ പെരുമാറിയില്ലേ? അതിന് നിനക്കിട്ടൊരു പണി എന്നതാ ഞങ്ങള്. എന്തിനാ എന്നോട് ഇങ്ങനെ? നീ ഒരു പെണ്ണല്ലേ? ഒരു പെണ്ണിന്റെ മനസ്സൊരു പെണ്ണിനല്ലേ മനസ്സിലാവും? ഈ രൂപം മാത്രമേ ഉള്ളൂ പെണ്ണിൻ്റേത്. ഞാൻ നിന്നോടൊന്ന് തുറന്നു പറയട്ടെ, ഞാനൊരു ലെസ്ബിയനാണ്. ആദ്യമായിട്ട് നീ പാർലറിൽ വന്നപ്പോൾ തന്നെ എനിക്കെന്തോ നിന്നോട് വല്ലാത്തൊരു പ്രണയം തോന്നി. വീണ്ടും വീണ്ടും നിന്നെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം നീ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണെന്നറിയില്ല,
കുട്ടിക്കാലത്ത് എനിക്ക് നേരിട്ട അനുഭവം കൊണ്ടാവാം ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. സത്യമാണ്, ഇതുവരെ ആരോടും തോന്നാത്തൊരടുപ്പം എനിക്ക് നിന്നോട് തോന്നി. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാവുന്നതിലും അപ്പുറം ഞാൻ നിന്നിലേക്ക് അടുത്തുപോയി. നിന്റെ സ്നേഹം എനിക്ക് നഷ്ടമാവുമെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. മെറിൻ വന്ന് എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയുമെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞാനവിടെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. നിന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. എടാ വാ, വന്ന് വണ്ടി കയറിക്ക്. നിന്റെ മോളല്ലടാ, വാ വന്ന് വണ്ടി കയറി. വാ, നമുക്ക് കൊണ്ടുപോവാം. നീ വരുന്നുണ്ടോ? വാ എടാ, വാടാ. നീ പോടാ. നീ വരണ്ടടാ, ഞാൻ തന്നെ കൊണ്ടുപോകും. ഞാൻ തന്നെ കൊണ്ടുപോടാ. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ്, എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. എനിക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നെ അങ്ങനെ കാണരുത് പ്ലീസ്. അമൃത, പ്ലീസ് എന്നെ വിട്ടു പോകരുത്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പ്ലീസ് അമൃത, 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 I love you so much. പോ.